താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. താമരക്കുളം ഗ്രാമപഞ്ചായത്തിലേക്കായിരുന്നു മാർച്ച്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ താമരക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPIM ചാരുമൂട് ഏരിയ സെക്രട്ടറി ബിനു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കളുമാണ് ഈ സമരം. അത് ഒരു സൂചനാ സമരമാണ്. ഈ സമരം ശക്തമായി മുന്നോട്ട് പോകുന്നതിന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ വിപുലമായ ക്യാമ്പയിൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായി ആ പെൻഷൻ വാങ്ങിയ മുഴുവൻ ആളുകളുടെയും വീടുകൾ സന്ദർശിച്ച് നിവേദനങ്ങൾ ഒപ്പിട്ട് വാങ്ങി അതുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആസ്ഥാനത്തേക്ക് മകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ ബഹുജന പ്രക്ഷോഭമടക്കം തീരുമാനം എടുത്തിട്ടുണ്ട്. ആ സമരത്തിൽ കൂടി ഇതിന്റെ ഭാഗം എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും പങ്കാളികളാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തുള്ള മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. മഹിളാ അസോസിയേഷൻ നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പെൻഷന്റെ തുക വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഏറ്റവും പുരോഗമനപരമായ ഒരു ആശയമാണ് സഖാവ് തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള ബജറ്റിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചത് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഓരോ കുടുംബത്തിന്റെയും നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, രാജ്യത്തിന്റെ തലമുറയെ വാർത്തെടുക്കുന്ന ഓരോ വീട്ടിലെയും സ്ത്രീകളെ, അവരുടെ അധ്വാനത്തെ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളതിന്റെ ഉത്തമ മാതൃകയായാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന പദ്ധതി തന്നെ മുന്നോട്ട് വെച്ചത്. അതിൽ ഒരു പ്രത്യേക തുക എന്നതിനപ്പുറം ഇക്കാലം അത്രയും ഈ രോഗമുണ്ടായതിനു ശേഷം ഇന്നുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ത്രീയുടെ അധ്വാനത്തെ അടയാളപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു സ്ത്രീ പോലും നാളിതുവരെ അവളുടെ അടുക്കളകളിൽ എരിഞ്ഞു നീങ്ങുന്ന അവളുടെ അധ്വാനത്തെ, അവളുടെ വിയർപ്പിനെ, അവളുടെ കഷ്ടപ്പാടിനെ നാളിതുവരെ കുടുംബം പോലും അഡ്രസ് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.